السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും പ്രപഞ്ച സ്രഷ്ടാവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂറത്ത് ലുഖ്മാനിലെ വാതൈന ലുഖ്മാനിൽ ഹിക്മ എന്ന് തുടങ്ങുന്ന ആയത്തിലെ ഈതാ എന്ന വാക്കിനെ ചെറിയ വാക്കുകളിലൂടെ വിശദീകരിച്ചു പോയി. നമ്മൾ ഇന്ന് കുറച്ച് സമയക്കുറവുണ്ട്, അതിനാൽ വളരെ ചുരുങ്ങിയ വാക്കിൽ ബാക്കി ഭാഗങ്ങളെ വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞു വെച്ചൊരു വിഷയം, അള്ളാഹുവിൽ നിന്നുള്ള ഇൽഹാം സ്വീകരിക്കാൻ മനുഷ്യൻ അവന്റെ ഹൃദയത്തെ അതിന് പാകപ്പെടുത്തണം. ആ പാകപ്പെടുത്തല് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യ സമയത്ത് അവനിൽ അള്ളാഹു നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഹൃദയബോധത്തെ അള്ളാഹു അവന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ മനുഷ്യ കുടുംബത്തിന്റെ ആദ്യ പിതാവിൽ നിന്ന്, മനുഷ്യരുടെ പിതാവിൽ നിന്ന്, ആ പിതാവിന്റെ മുതുകിൽ നിന്ന് മനുഷ്യ സന്തതികളെ പുറത്തു കൊണ്ടുവന്ന് അവരിൽ നിന്ന് അള്ളാഹു കരാറ് വാങ്ങുകയും അലസ്തു ബി റബ്ബിക്കും എന്ന് ചോദിക്കുകയും ആ ചോദ്യത്തിന് ഉത്തരമായി ബല എന്നവർ ഉത്തരം പറയുകയും ചെയ്തതിലൂടെ അവരുടെ ഹൃദയത്തെ എപ്പോഴും വിശുദ്ധമാക്കി നിലനിർത്താൻ, ആ രൂപത്തിൽ ജീവിതത്തിൽ ഉടനീളം അവരുടെ ഹൃദയത്തെ ഏറ്റവും നന്നായി പരിപാലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അഗാധമായ ബന്ധം, അവരുടെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധം അള്ളാഹു അവരുടെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോ പലയിടങ്ങളിലായിട്ട് അള്ളാഹു ആ ഒരു നന്മയെക്കുറിച്ച്, നന്മ നിറഞ്ഞ ബോധത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. അൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽ ആദ്യ പിതാവിന്റെ മുതുകിൽ നിന്ന് മനുഷ്യ മക്കളെ കൊണ്ടുവന്ന് അവരിൽ അള്ളാഹു നന്മയുടെയും തിന്മയുടെയും രണ്ട് ധ്രുവങ്ങളെ അള്ളാഹു അവരിൽ നിക്ഷേപിക്കുകയും അതിൽ ആരാണോ നന്മയെ ഉദ്ദീപിപ്പിക്കുന്നത് അവൻ വിജയം വരിച്ചവനും, ആരാണോ തിന്മയെ ഉദ്ദീപിപ്പിക്കുന്നത് അവൻ പരാജിതനുമാണെന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടാൻ, അള്ളാഹുവുമായിട്ട് അടുത്തു നിൽക്കാൻ, സൃഷ്ടാവുമായിട്ട് അഗാധമായി പുലർത്താൻ പറ്റുന്ന രൂപത്തിൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു നന്മയിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. ആ നന്മയെ മനുഷ്യൻ ഇഫ്അൽ വലാ തഫ്അൽ, ഇന്നത് പ്രവർത്തിക്കണം ഇന്നത് പ്രവർത്തിക്കരുത് എന്ന അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പനയെ ഒരാൾ അതുപോലെ പാലിക്കുന്നുവെങ്കിൽ ആ ഹൃദയത്തിന്റെ ആ വിശുദ്ധിയെ അവന് നിലനിർത്തി അള്ളാഹുവുമായിട്ട് അവൻ അഗാധമായി ബന്ധം പുലർത്തിക്കൊണ്ടു പോകാൻ കഴിയും. അപ്പോ മനുഷ്യരിലെല്ലാം തന്നെ അത് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പൊ അവസാനം അവിടെ നമ്മൾ ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, ഒരു പ്രവാചകൻ, മൻഹജുമായി നിൽക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ സമൂഹത്തിൽ അള്ളാഹു ആ പ്രവാചകന് തന്നെ ഒരു അധ്യാപകനെ കൊണ്ടുവന്ന് മനുഷ്യ കുടുംബത്തിൽ മറ്റൊരു ചിന്തയെ അള്ളാഹു നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രവാചകനുണ്ട്, ആ പ്രവാചകന്റെ ഒരു മൻഹജുണ്ട്. അങ്ങനെ ഒരു സമൂഹം നിലനിൽക്കെ ആ പ്രവാചകന് അധ്യാപകനായി പ്രവാചകനല്ലാത്ത മറ്റൊരു വ്യക്തിയെ അള്ളാഹു കൊണ്ടുവരുന്നു. അത്തരം ഒരു അവസ്ഥാവിശേഷം പ്രവാചകനായ വ്യക്തിക്ക് അധ്യാപകനായിട്ട് വരുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിത്തീർന്നത് അയാൾ പുലർത്തിയ ഹൃദയവിശുദ്ധിയുടെ ഭാഗമായിട്ടാണ്. ആ വ്യക്തി സ്വീകരിച്ച ഹൃദയവിശുദ്ധിയുടെ ഭാഗമായിട്ടാണ്
ആ പ്രവാചകനെ പോലും അത്ഭുതം കൊള്ളിക്കുമാറുള്ള ഒരു ലതുന്നിയായ ഇൽമിന്റെ വാക്താവായി ആ മഹാവ്യക്തിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത് എന്ന പാഠം അള്ളാഹു അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി നമ്മൾ മൂസാ നബിയുടെ ഉമ്മയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഒരു പ്രവാചകന്റെ ആഗമനത്തെ, പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനതയുടെ മോചനത്തിന് ഒരു പ്രവാചകനെ വളർത്തി പരിപാലിച്ച് ആ സമൂഹത്തിന്റെ മോചകനായി വരുന്ന ഒരു മഹാദൈവദൂതന്റെ ഉമ്മയുടെ മനസ്സ് എത്രമാത്രം പരിശുദ്ധമായിരുന്നു. അത് ഒരു ഉമ്മക്ക് ചെയ്യാൻ കഴിയാത്ത, ഒരു മാതാവിന് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത, കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുന്ന ഒന്നിന് തുല്യമായ ഒന്നാണ് ഒരു കുഞ്ഞിനെ സമുദ്രത്തിൽ എറിയുക എന്നുള്ളതും. അപ്പോൾ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു മഹാ അപകടത്തിലേക്ക് ഒരു കുഞ്ഞിനെ വലിച്ചെറിയുക എന്നുള്ളത് ഒരു പൊതുബോധം അത് സമ്മതിക്കുന്നില്ല. എന്നാൽ അവിടെ ഒരു ഉമ്മ അള്ളാഹുവിന്റെ കൽപ്പനയെ പൂർണ്ണമായി സ്വീകരിക്കുകയും തൻ്റെ സൃഷ്ടാവിന്റെ വാഗ്ദാനം സത്യമാണെന്ന് ഉറച്ച ബോധത്തോടുകൂടി ആ സൃഷ്ടാവ് പറയുന്നത് എന്തും ചെയ്യുന്ന ഒരു വികാരം, ഒരു മാനസികാവസ്ഥ ഉണ്ടായിത്തീർന്നതിന് പിറകിൽ ആ ഉമ്മയുടെ മനസ്സും എത്രമാത്രം അഗാധമായിട്ടാണ് അവരുടെ സൃഷ്ടാവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നത് എന്നുള്ളത് തെളിവായി അള്ളാഹു ഉദ്ധരിക്കുന്നു. അപ്പോ ഇതിലൂടെയെല്ലാം തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഹൃദയവിശുദ്ധി ഉണ്ടായിത്തീർന്നാൽ അവന് അവന്റെ സൃഷ്ടാവുമായിട്ട് അഗാധമായി ബന്ധപ്പെട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹു ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെയെല്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാകണമെങ്കിൽ അള്ളാഹു നമ്മെ ഉപദേശിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാന, അള്ളാഹു നിങ്ങൾക്ക് ജീവിതത്തിൽ സത്യാസത്യ മാർഗരേഖയെ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരും. അള്ളാഹു നിങ്ങൾക്ക് ആ നന്മയിലേക്കുള്ള വഴി അള്ളാഹു കാണിച്ചു തരും. അപ്പൊ നമ്മൾ തഖ്വ എന്നുള്ളതിനെ ഇതിനു മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് തഖ്വ എന്നുള്ളത്? ഏത് രൂപത്തിലാണ് നമ്മൾ പടച്ചോനെ സൂക്ഷിക്കേണ്ടത്? ഒന്ന്, നരകത്തിലേക്ക് ഒരിക്കലും അടുക്കാത്ത രൂപത്തിൽ നമ്മൾ ജീവിതത്തിനും നരകത്തിനും ഇടയിൽ ഒരു ഭിത്തി പണിയുന്നതിനെയാണ് തഖ്വ എന്ന് പറയുന്നത് എന്ന് നമ്മൾ ഇതിന് മുമ്പ് ഇമാം ഷഅറാബിയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇജഅൽ ബൈനക വ ബൈന നാരി വിഖായത്തൻ, ഒരു മറ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപം നമുക്ക് മുകളിൽ പതിക്കാതിരിക്കാൻ ഇജഅൽ ബൈനക വ ബൈനല്ലാഹി വിഖായത്തൻ, അള്ളാഹുവിന്റെയും നിന്റെയും ഇടയിൽ നീ ഒരു മറ സൃഷ്ടിക്കണം. അപ്പോ ഇതുപോലെ ഒരു തരത്തിലും അപകടമുഖത്തേക്ക് പോകാത്ത ഒരു വിശുദ്ധമായ ജീവിതത്തെ നയിക്കുന്നതിനാണ് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം എന്നെല്ലാം പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജീവിതം പുലർത്താൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ നമുക്ക് നല്ല തോന്നലുകൾ, നല്ല ചിന്തകൾ, അതുപോലെ തന്നെ നല്ല വീക്ഷണങ്ങൾ എല്ലാം തന്നെ അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദ, അള്ളാഹുവിന്റെ ജീവിത മാർഗരേഖയെ യഥാവിധി ജീവിതത്തിൽ പാലിക്കുന്ന, അതിൽ സമയം കഴിച്ചു കടത്തുന്ന, നിരതനായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ, അയാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്തിനെ അള്ളാഹു കൂട്ടിക്കൊടുക്കും. ആതാഹും തഖ്വാഹും, അവർക്ക് അള്ളാഹു തഖ്വയെ അള്ളാഹു വീണ്ടും വീണ്ടും നൽകുകയും ചെയ്യും. അപ്പോ തഖ്വയിൽ അധിഷ്ഠിതമായി അള്ളാഹു നൽകിയ ജീവിത മാർഗരേഖയെ ഏറ്റവും നന്നായി ആരാണോ ജീവിതത്തിൽ പരിപാലിക്കുന്നത് ആ വ്യക്തിക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക സഹായവും അതുപോലെ തന്നെ പ്രത്യേക ഇടപെടലും അവന് ലഭിക്കുന്നതാണ് എന്ന് ഈ പറഞ്ഞ ആയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോ ഹൃദയത്തെ ഏറ്റവും നന്നായി ഇതുപോലെ വിശുദ്ധീകരിക്കുക, അങ്ങനെ ജീവിക്കുക. അത്തരം ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ കഴിവുണ്ടാകും. അപ്പോ നമ്മൾ
പറഞ്ഞു വെച്ചത് ആതൈന ലുക്കുമാനൽ ഹിക്മ എന്നാണ്. അവിടെ ലുക്കുമാന് അള്ളാഹു ഹിക്മത്ത് നൽകി. അങ്ങനെ ഒരു ഹിക്മത്ത് ലഭിക്കാൻ നാം ഈ പറഞ്ഞതുപോലെയുള്ള ജീവിത വിശുദ്ധി ലുക്കുമാൻ എന്ന മഹാമനുഷ്യൻ സ്വീകരിച്ചിരുന്നു. ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും അള്ളാഹുവിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രത്യേകത ലഭിക്കാൻ പ്രാപ്തമായ ഒരു മനസ്സും ചിന്തയും അദ്ദേഹം പേറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തിന് ഹിക്മത്ത് നൽകിയത്. അപ്പൊ ഇവിടെ ഇനി ഒരു ചർച്ച ആരാണ് ലുക്കുമാൻ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ എടുത്തു പറയാൻ എത്രയോ മനുഷ്യർ കടന്നു പോയിട്ടുണ്ട്. കോടാനിക്കോട് മനുഷ്യരിൽ പ്രവാചകനല്ലാത്ത, മൻഹജുമായിട്ട് ഭൂമിയിൽ മനുഷ്യ കുടുംബത്തിൻ്റെ ഇടയിൽ ഇടപെടാത്ത, വേദഗ്രന്ഥവുമായിട്ട് വന്ന് അവർക്കിടയിൽ അങ്ങനൊരു വേദവുമായി ഇടപെടലുകൾ നടത്താത്ത ഒരു മനുഷ്യനെ അള്ളാഹു ഇവിടെ പരാമർശിക്കുകയാണ്. പരാമർശിക്കുക മാത്രല്ല, അന്ത്യനാൾ വരേക്കും മനുഷ്യ കുടുംബം പാരായണം ചെയ്യുന്ന വേദത്തിൽ ആ വ്യക്തിയുടെ നാമം കൊണ്ട് ഒരു അധ്യായത്തെ അള്ളാഹു അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാണ്. അപ്പൊ ആ വ്യക്തിയുടെ മഹത്വം കുറച്ചൊന്നുമല്ല. അപ്പൊ എത്രമാത്രമാണ് ആ വ്യക്തിയുടെ അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള സ്വീകാര്യത എന്ന് നമുക്ക് ഒരു സൂറത്തിന്റെ നാമം തന്നെ ആ വ്യക്തിയുടെ നാമത്തിൽ നൽകിക്കൊണ്ട് അള്ളാഹു മനുഷ്യ കുടുംബത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ആരാണ് ലുക്കുമാൻ? അതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ട്. അദ്ദേഹം നബിയാണെന്ന് പറയുന്നവരുണ്ട്, അല്ല നബിയല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഒരു ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം നബി ആയിരുന്നില്ല. അദ്ദേഹം സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ദാവൂദ് നബിയുടെ മുമ്പ് 10 വർഷം മുമ്പ് ജനിച്ച് അദ്ദേഹം ആ സമൂഹത്തില് ഫത്വ നൽകി ആ സമൂഹത്തിന് ആവശ്യമായ തത്വചിന്തകളെ പങ്കുവച്ച് ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിച്ച ഒരു മഹാമനുഷ്യനാണ്. എവിടെയാണ് ഇദ്ദേഹം ജനിച്ചത്? ഏത് സമൂഹത്തിന്റെ ഇടയിലാണ് ഇദ്ദേഹം ജീവിച്ചത്? ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം അദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു മൂസാ നബിയെ പോലെ തന്നെ ഇപ്പോ മിസ്ർ എല്ലാം തന്നെ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽപ്പെടുന്ന ഒരു പ്രദേശമാണ്. മിസ്ർ എന്ന് കേൾക്കുമ്പോൾ അറബികളാണെങ്കിലും അതൊരു ആഫ്രിക്കൻ ഭൂപ്രദേശമാണ്. ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വരുന്ന പ്രദേശമാണ് ഈ ഈജിപ്തെല്ലും. അപ്പോ ഇദ്ദേഹം ഏകദേശം ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ സുഡാനോടടുത്തുള്ള ഒരു പ്രദേശത്താണ് ലുക്കുമാൻ ജനിക്കുന്നതും വളരുന്നതും. അവിടെ ഒരു കൊച്ചു അന്ന് ഏറ്റവും നിലനിന്നിരുന്ന സമ്പുഷ്ടമായ ഒരു സംസ്കൃതി നിലനിന്നിരുന്ന സുഡാനടുത്തുള്ള ഒരു പ്രദേശത്താണ് ആര് ജനിക്കുന്നത്? ലുക്കുമാൻ ജനിക്കുകയും വളരുകയും ജീവിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് അല്ലെ ഹിസ്സുൽ മുർഹിഖു, സൂക്ഷ്മബോധത്തോടു കൂടി ജീവിച്ച ഒരു മനുഷ്യനാണ്. വളരെ സെൻസിറ്റീവായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന, വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ വിലയിരുത്തി എന്നിട്ട് തനിക്ക് ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം ഇടപെട്ട, ആവശ്യമായ കാര്യങ്ങളിൽ മാത്രം സംസാരിച്ച ഒരു മഹാനായ മനുഷ്യനായിരുന്നു ലുക്കുമാൻ. ഇത് പിന്നെ ആഫ്രിക്കൻ വംശജൻ എന്നെല്ലാം നമ്മൾ കേൾക്കുമ്പോഴേ നമ്മളെ മനസ്സിലുള്ള കുറെ ധാരണകളുണ്ട് അല്ലേ? ഒരു പിന്നെ കറുത്ത കാപ്പിരികളായ മുടി, പിന്നെ ചുരുണ്ട എന്നെല്ലാം പറഞ്ഞാണ് നമ്മൾ അവരെല്ലാം അവതരിപ്പിക്കുക അല്ലെ? ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേ മനുഷ്യരെ കുറിച്ച് അത്തരത്തിലുള്ള
യാതൊരു പിന്നെ വ്യത്യാസമോ അവർക്കിടയിൽ വിവേചനമോ കാണിക്കാതെ എല്ലാം അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമായി അള്ളാഹു പരിചയപ്പെടുത്തി കൊടുക്കുകയും അള്ളാഹു ഭൂമിയിൽ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഒന്നും തന്നെ കാഴ്ചപ്പാടുകൾക്കും സങ്കല്പങ്ങൾക്കും അനുസരിച്ചല്ല, അല്ലെങ്കിൽ നമ്മുടെയൊന്നും സങ്കല്പങ്ങൾക്കനുസരിച്ചല്ല അള്ളാഹു മനുഷ്യന്റെ ചിന്തയെയും അവന്റെ മനോബോധത്തെയും പാകപ്പെടുത്തുന്നത് എന്ന് കൂടി ലുക്കുമാന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ ആരാണ് എന്നുള്ള, മനുഷ്യന്റെ കഴിവെന്താണെന്നുള്ളത്, അതുപോലെ തന്നെ അള്ളാഹു നിറങ്ങളും അതുപോലെ തന്നെ ഭാഷയും വർണ്ണവുമെല്ലാം അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമാണ്. മനുഷ്യനാണ് ഇതിനിടയിൽ അതിനെയെല്ലാം തന്നെ വേർതിരിച്ച് വ്യത്യസ്തമായി മനുഷ്യരെ കാണുകയും ചിലരെ പുകഴ്ത്തുകയും ചിലരെ അവമതിക്കുകയും നിന്ദിക്കുകയും താഴ്ത്തുകയും എല്ലാം ചെയ്യുന്നത് മനുഷ്യനാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വൈവിധ്യങ്ങൾ, നിറവൈവിധ്യങ്ങൾ, അതുപോലെ തന്നെ ഭാഷാ വൈജാത്യങ്ങള്, ഇതെല്ലാം പടച്ച തമ്പുരാന്റെ മഹാദൃഷ്ടാന്തമാണ്. അപ്പൊ മനുഷ്യരെ നിന്ദിക്കുവാനോ അവമതിക്കുവാനോ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ റസൂല് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅമാലിക്കും എന്നെല്ലാം അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യരെ റസൂലുള്ളാഹ് ബോധ്യപ്പെടുത്തുന്നതും ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നതും അതുകൊണ്ടാണ്. പടച്ചവൻ ഒരിക്കലും നിങ്ങളുടെ രൂപത്തിലേക്കോ വേഷവിധാനങ്ങളിലേക്കോ നോക്കുന്നില്ല. പടച്ച തമ്പുരാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്കും ആ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന കർമ്മത്തിലേക്കും അള്ളാഹു നോക്കുന്നു. അപ്പോ ആ ഹൃദയം എത്രമാത്രം വിശുദ്ധമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് മനുഷ്യന്റെ വിശുദ്ധമായ കർമ്മമണ്ഡലങ്ങൾ നിലകൊള്ളുന്നത്. ഹൃദയം അശുദ്ധമാണോ അനുസരിച്ചായിരിക്കും അവന്റെ കർമ്മങ്ങൾ. ഹൃദയം ശുദ്ധമാണോ വിശുദ്ധമാണോ അതിനനുസരിച്ചാണ് അവന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ഉണ്ടാകുക. അത് വാക്കാവട്ടെ, പ്രവർത്തികളാകട്ടെ, നോട്ടമാവട്ടെ, എന്തുമാവട്ടെ, ഹൃദയം എത്രമാത്രം വിശുദ്ധമാണ് അതിനനുസരിച്ചാണ് വാക്കും പ്രവൃത്തിയും വിശുദ്ധമാക്കുക. അപ്പോ ഇവിടെ ഇദ്ദേഹം ആഫ്രിക്കക്കാരനാണ് എന്നുള്ളത് നമ്മൾ പറയുമ്പോഴേ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന ചില ചിന്തകളുണ്ട്. എന്നാൽ ആ ഒരു പ്രദേശത്ത് വന്ന ഒരു മനുഷ്യനെ അള്ളാഹു എത്രമാത്രമാണ് ആദരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഇത്തരത്തിലുള്ള ഭൂപ്രദേശങ്ങളെ കുറിച്ചുള്ള ചർച്ചയില്ല, അതുപോലെ തന്നെ വർണ്ണവിവേചനങ്ങളെ കുറിച്ചുള്ള ചർച്ചയില്ല. ആ നിറങ്ങളും വർണ്ണങ്ങളും ഭൂപ്രദേശങ്ങളും എല്ലാം തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്, അള്ളാഹുവിന്റെ ആയത്തുകൾ മാത്രമാണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. അവിടെ പല ഭൂഖണ്ഡങ്ങൾ ഉണ്ടാവും. നമ്മളിലും ചൊല്ലി പഠിക്കുന്നത് പോലെ 7 ഭൂഖണ്ഡങ്ങളാണ് മനുഷ്യൻ പഠിക്കുന്നത്. അതിലൊരു ഭൂഖണ്ഡത്തിൽ ജനിച്ചു. നമ്മളാണ് ഇതിനെ വ്യത്യസ്തങ്ങളായ ഏരിയകളാക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷെ അവിടെ അള്ളാഹു പറയുന്നത് ആകാശവും ഭൂമിയും അത് അള്ളാന്റെ ദൃഷ്ടാന്താണ്. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർളി വഖ്തിലാഫു അൽസിനതികും വ അൽവാനിക്കും, നിങ്ങളുടെ നിറവ്യത്യാസങ്ങൾ, ഭാഷാ വൈജാത്യങ്ങൾ, അതും അള്ളാന്റെ ദൃഷ്ടാന്താണ്. ഫീഹി ആയാത്തുൽ ലിൽ ആലിമീൻ, ഇതിൽ അഗാധജ്ഞാനികൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പൊ ഇതിനെല്ലാം തന്നെ ഒരു ഒരു പൂന്തോപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പുഷ്പങ്ങളെ പോലെ മനുഷ്യനെയും ആ മനുഷ്യന്റെ ഭാഷാ വൈജാത്യങ്ങളെയും അവന്റെ നിറവ്യത്യാസങ്ങളെയും എല്ലാം തന്നെ അങ്ങനെ കാണാൻ പഠിക്കുന്ന, അങ്ങനെ കാണാൻ ശീലിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അളമത്തിന് നന്നായി അവന് തിരിയാൻ, മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം തന്നെ അള്ളാഹിന്റെ ദൃഷ്ടാന്താണ്. അപ്പോൾ ആ പ്രദേശത്തിൽ നിന്നാണ് ഒരു മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരികയും ആ മനുഷ്യനെ അന്ത്യനാൾ വരേക്കും വായിക്കപ്പെടുന്ന ഒരു മനുഷ്യനായി അന്ത്യവേദത്തിൽ അള്ളാഹു നിലനിർത്തുകയും ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ എവിടെ ജനിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ എവിടെ വളർന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഏത് ഭൂഖണ്ഡത്തിൽ വസിക്കുന്നു എന്നുള്ളതല്ല, അതിനപ്പുറം നിങ്ങൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നിങ്ങളുടെ അള്ളാഹുവിന്റെ സന്നിധിയിലുള്ള സ്ഥാനം എന്താണ്, ആ സ്ഥാനത്തിന് എത്രമാത്രം അനുയോജ്യരാണ് നിങ്ങള്, നിങ്ങളുടെ ഹൃദയവിശുദ്ധി അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മവിശുദ്ധി ഏത് രൂപത്തിലാണ് എന്നുള്ള
ഒരു ചർച്ച മാത്രമാണ് മനുഷ്യർക്കിടയിൽ നടക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ലുഖ്മാനെ അള്ളാഹു കൊണ്ടുവരുന്നു. അദ്ദേഹത്തെ മനുഷ്യ കുടുംബത്തിന്റെ മനുഷ്യ കുടുംബത്തിലെ ഉന്നതനായ വ്യക്തിത്വമായി അള്ളാഹു അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു അടിമയായിരുന്നു, നിങ്ങൾ ഒരു മനുഷ്യന്റെ കീഴിൽ അടിമയായി ജോലി ചെയ്ത മനുഷ്യനാണ്, എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ രൂപത്തിൽ ഇത്രമാത്രം നല്ല ഇടപെടലുകൾ, അതുപോലെ തന്നെ വളരെ ദൈക്ഷണികമായി കാര്യങ്ങളെ നോക്കിക്കാണാനും അവതരിപ്പിക്കുവാനും കഴിയുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞ ചില ഉത്തരങ്ങളുണ്ട്. ഇമാം ഷഅറാവി അത് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇഹ്തിറാമി ഖദറ റബ്ബി, എന്റെ റബ്ബിന്റെ സാന്നിധ്യത്തെ ഞാൻ ഭയപ്പെടുകയും അതിനെ ആദരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ സ്ഥാനത്തെ ആദരിക്കുക. വിശുദ്ധ ഖുർആന് മൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെടുക. അപ്പൊ എല്ലാ സമയത്തും റബ്ബിന്റെ നോട്ടത്തെ, സ്രഷ്ടാവിന്റെ നോട്ടത്തെ, അവൻ എന്നെ പൊതിഞ്ഞിരിക്കുന്നു എന്ന ബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു 2 സ്വർഗം നൽകുന്ന. അപ്പൊ 2 സ്വർഗം നൽകണമെങ്കിൽ അത് ചെറിയ ഒരു പ്രവൃത്തിയൊന്നുമല്ല, എല്ലാവർക്കും സാധ്യമാകുന്ന ഒന്നുമല്ല. എന്നാൽ പരിശ്രമിച്ചാൽ ആ രൂപത്തിൽ ജീവിക്കാൻ തുനിയുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ അത് സാധ്യമാക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അമൻ ഖാഫ മഖാമ റബ്ബിഹി, പടച്ചോന്റെ സ്ഥാനത്തെ, അവന്റെ നോട്ടത്തെ, അവൻ എന്നെ വലയം ചെയ്തിരിക്കുന്നു. അള്ളാഹു മുഹീത്തും ബിൽ ഇബാദ്, അള്ളാഹു അവന്റെ ദാസന്മാരെ, അവന്റെ സൃഷ്ടികളെ വലയം ചെയ്തു നിൽക്കുന്നവനാണ്. അപ്പോ എന്നെ പൊതിഞ്ഞു നിൽക്കുന്നവനാണ് എന്റെ നാഥൻ. അഥവാ എന്നെ കുറിച്ച് സൂക്ഷ്മമായി അറിയുകയും വിലയിരുത്തുകയും എന്റെ കർമ്മങ്ങളെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നവനാണ് എന്റെ നാഥൻ എന്ന നിരന്തരമുള്ള ബോധത്തിൽ ജീവിക്കുക. ആ ബോധം ഉണ്ടാവുമ്പോഴാണ് ഒരു മനുഷ്യനെ പടച്ചോന്റെ സ്ഥാനത്ത് ആദരിക്കാൻ കഴിയുന്നത്. അപ്പൊ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു നന്മ നിറഞ്ഞ അവസ്ഥ പടച്ചോ നൽകിയത് ഞാന് അള്ളാന്റെ സ്ഥാനത്തെ ആദരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ അദാഇ അൽ അമാനത്ത, എനിക്ക് ഏതൊരു ഉത്തരവാദിത്വം നൽകിയോ അതിനെ ഞാൻ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിച്ചു എന്നുള്ളതുമാണ്. ഫീമ ഉല്ലീതു മിൻ അമലിൻ, എന്നിലേൽപ്പിച്ച ഏതൊരു സംഗതിയും അത് കാപഢ്യമില്ലാതെ, വഞ്ചനയില്ലാതെ, ചതി കൂടാതെ വിശ്വാസപൂർവം അത് ഞാൻ നിർവഹിച്ചു എന്നുള്ളതുമാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഫضല് റബ്ബിൽ നിന്ന്, പരിപാലകനായ പ്രപഞ്ചനാഥനിൽ നിന്ന് ലഭിക്കാനുണ്ടായ കാരണം. പിന്നെ സത്യം മാത്രം ഞാൻ പറയുന്നു എന്നുള്ളത്, സത്യം മാത്രം പറയുക, വസിദുഖുൽ ഹദീഥി, സത്യം പറയുക. മറ്റൊന്ന് വഅദമു തഅറുളി ലിമാ ലാ യഅനീനി, എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നിലും ഞാൻ ഇടപെടാതിരിക്കുക. ആവശ്യമുള്ളിടത്ത് മാത്രം ഇടപെടുകയും സംസാരിക്കുകയും അതുപോലെ തന്നെ ആവശ്യമുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുക. അല്ലാത്തിടത്ത് നിന്ന് മാറിപ്പോകുക എന്നുള്ളതാണ് എന്റെ ശീലം. ഈ 4 ഗുണങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് റബ്ബിൽ നിന്നും പ്രപഞ്ചനാഥനിൽ നിന്നും ഇത്തരം ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കാനുണ്ടായ കാരണമെന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം നബിയല്ല, ഒരു റസൂലല്ല, എന്നാൽ ഇത്തരത്തിലുള്ള ഗുണങ്ങളെ സ്വയം സ്വീകരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അള്ളാഹു ഹിക്മത്ത് നൽകി. ഏറ്റവും നല്ല സ്വഭാവശീലങ്ങളും ആരോടും ഏറ്റവും നന്നായി ഇടപെടാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തി പ്രഭയുള്ള മനുഷ്യനുമാക്കി അള്ളാഹു അദ്ദേഹത്തെ മാറ്റി. അപ്പോ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മളെല്ലാം പൊതുവെ കേൾക്കുന്ന ഒരു സംഭവമുണ്ട്. ഇമാം ഷഅറാവി അത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രമാത്രം ശരിയായിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര സംഭവത്തിലൂടെ
നമ്മൾ നിരന്തരം പലപ്പോഴായിട്ട് കേട്ട ഒരു വിഷയമാണ്. ഇമാം ഷഅറാബി ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ യജമാനന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഒരു ആടിനെ അറുത്തിട്ട് അതിലെ ഏറ്റവും നല്ല ഭാഗം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വേഗം പോയിട്ട് ആടിനെ അറുത്തിട്ട് അതിന്റെ ഹൃദയവും നാവും കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്തു. അത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നാല് ഇതാണ് ഒരു ആടിന്റെ ഏറ്റവും നല്ല ഭാഗമെങ്കിൽ ഏറ്റവും മോശമായതൊന്ന് കൊണ്ടുപോയോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും അത് തന്നെ കൊണ്ടുപോയിട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ യജമാനൻ ചോദിച്ചു, നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴ് നീ അതിന്റെ ഹൃദയവും നാവും കൊണ്ടുവന്നു, മോശമായത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴും അത് തന്നെയുള്ള കൊണ്ടുവന്നത്, ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞത്, മനസ്സ് നന്നായി കഴിഞ്ഞാൽ അതിനോളം നല്ലതായിട്ടൊന്നുമില്ല, നാവ് നന്നായി കഴിഞ്ഞാൽ അതിനോളം നല്ലത് മറ്റൊന്നുമില്ല, അതുപോലെ തന്നെ ഇത് രണ്ടും മോശമായി കഴിഞ്ഞാൽ ഇതിനോളം മോശമായ മറ്റൊരു അവയവവും ഇല്ല എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞതായിട്ട് ഒരു സംഭവം ചരിത്രത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം ഷഅറാബി ഈ ആയത്തിന്റെ ചുവട്ടില് ആ സംഭവം അദ്ദേഹവും കൊണ്ടുവരുന്നുണ്ട്. ഇത് വളരെ ശരിയായ ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇത് രണ്ടിനെയും പരിശുദ്ധ റസൂലിന്റെ വിശുദ്ധ വചനങ്ങളിൽ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. അലാ ഇന്ന ഫിൽ ജസദി മുദ്അതൻ വൈദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. മനുഷ്യരെ, നിങ്ങൾ അറിയണം, മനുഷ്യദേഹത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാല് എല്ലാം നന്നായി, അത് മോശമായാല് എല്ലാം മോശമായി. അത് ഹൃദയമാണ് കേട്ടോ എന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഹൃദയത്തെ ഏറ്റവും പരിശുദ്ധമായി വെക്കേണ്ടതിന്റെ അനിവാര്യതയെ സൃഷ്ടാവായ നാഥന്റെ ചിന്തയിലും അവന്റെ ശുക്രിലും ഹൃദയത്തെ എപ്പോഴും സൂക്ഷിച്ച് കൊണ്ടുപോവേണ്ടതിന്റെ അനിവാര്യതയെ പരിശുദ്ധ റസൂൽ ഈ ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ലുക്മാന് ശേഷം ഹൃദയമാണ് വിശുദ്ധമായ അവയവങ്ങളിൽ ഒന്നാമതായ അവയവമെന്ന് ലുക്മാൻ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ അത് പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്. ലുക്മാനെ അന്ത്യവേദത്തിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത മുഹമ്മദ് റസൂലുള്ളാഹ്, ആ വഹീനെ ലോകത്തിന് കേൾപ്പിച്ച, അദ്ദേഹത്തിന്റെ വാക്കുകളെ കേൾപ്പിച്ച, അദ്ദേഹത്തിന്റെ ജീവിതത്തെ ലോകത്തിന് കേൾപ്പിച്ച പരിശുദ്ധ റസൂലും ആ ഒരു നന്മ നിറഞ്ഞ ഒരു വഴിയെ, ആ ഒരു പാഠത്തെ ഈ ഒരു ഹദീസിലൂടെ മനുഷ്യ കുടുംബത്തെ കേൾപ്പിക്കുന്നു. ഇനി നാവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഹദീസ് കാണാൻ പറ്റൂ അല്ലേ? പിന്നെ മൻ ഹഫിള മാ ബൈന ലിഹിയൈഹി വമാ ബൈന റിജ്ലൈഹി ദഖലൽ ജന്ന. ഒരാള് റസൂലുള്ളാഹ് ഒന്നും കൂടി അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൃദയം ശുദ്ധമായി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ ഹദീസിലെ രണ്ടും അത് ഏറ്റവും ശുദ്ധമായ ഒന്നിൽ മാത്രമേ മനുഷ്യർ ഉപയോഗിക്കുള്ളൂ. റസൂലുള്ളാഹ് പറഞ്ഞു, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള ഒന്നിനെ ഒരാൾ സൂക്ഷിച്ചാൽ, അതുപോലെ തന്നെ രണ്ട് തൊടകൾക്കിടയിലുള്ള ഒരു അവയവത്തെയും മനുഷ്യര് സൂക്ഷിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോ നമ്മുടെ ഗുഹ്യാവയവങ്ങളെയും അതുപോലെ തന്നെ നാവിനെയും സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ റസൂല് പഠിപ്പിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇതെല്ലാം തന്നെയാണ്. ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ചക്രവാള സീമകളെ ഭേദിക്കുമാറുള്ള കളവ് കൊണ്ട് ലോകം നിലനിൽക്കുന്ന ഒരു കാലം വരുന്നുണ്ട് എന്നാണ്. അഥവാ കളവുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന, അതിനെ ഒരു മനുഷ്യര് ജീവിക്കുന്ന എല്ലായിടങ്ങളിലേക്കും ലോകത്തിന്റെ ഒരു മൂലയിൽ നിന്ന് കളവുകൾ പ്രചരിപ്പിക്കുക, അത്രമാത്രം ശീഘ്രമായിട്ട് അത് വ്യാപിക്കുക.
അങ്ങനെയുള്ള ടെക്നോളജിയുടെ കാലം രൂപപ്പെടുമെന്നാണ് ആ ഹദീസ് പറയുന്നത് എന്നെല്ലാം അതിനെ വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള നുണകൾ മനുഷ്യൻ പറഞ്ഞുണ്ടാക്കുക. അത് ഇന്ന് രാവിലെ ഒരു ചാനലിന്റെ മുമ്പിൽ അങ്ങ് ഇരുന്നാൽ മതി, കളവ് ഇങ്ങനെ പറയുക, എന്നിട്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുക, മനുഷ്യ കുടുംബത്തിൽ ഛിദ്രത സൃഷ്ടിക്കുക, ആരാണ് എന്താണ് എങ്ങനെ സംഭവിച്ചു എന്നൊന്നും അറിയാതെ കള്ളം മാത്രം പറയുന്ന ലോകത്ത്, ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്ന ലോകത്ത്, അത് അറിയുമ്പോഴും വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് ഒരു സമൂഹത്തെ, ഒരു ജനതയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം കളവുകൾ കെട്ടിച്ചമക്കുന്ന മീഡിയ റൂമുകൾ കാണുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന് അവരെയും പടച്ചോൻ പഠിപ്പിക്കുന്നുണ്ട്. വൈദാ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. അല്ലേ? മഹാവൃത്തികെട്ടവര് ഒരു വാർത്തയുമായിട്ട് വരുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് സൂക്ഷ്മമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അതുമൂലം നിരപരാധികൾ ശിക്ഷിക്കപ്പെടും. അപ്പോ മുൻകൂട്ടി പ്ലാൻ ചെയ്തു വെക്കുന്ന ഒന്നിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുമ്പോൾ അതിന്റെ മുമ്പേ തന്നെ കഥകൾ മെനഞ്ഞുണ്ടാക്കി ആ കഥകൾ അവതരിപ്പിക്കുന്ന, പച്ചക്കള്ളങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കളവും ചതിയും വഞ്ചനയെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹമാണ്. അവർക്ക് അള്ളാഹുവിൽ നിന്ന് അങ്ങനെ ഒരു പ്രത്യേക സഹായമൊന്നും ലഭിക്കുന്നില്ല. ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിൽ, നന്മ നിറഞ്ഞ മനസ്സുണ്ടായിരുന്നെങ്കിൽ, സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുന്ന, ഭാവി തലമുറകളുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന, അവർക്ക് പോലും ഭാവിയിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥാവിശേഷം ഉണ്ടാക്കുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ സമൂഹം ഒരുമിച്ച് നിൽക്കുമായിരുന്നു. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അത് നന്നായി ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിലെ പ്രതികളെ ആരാണെന്ന് കണ്ടെത്തി, ആരാണെങ്കിൽ അവരെ നിയമത്തിന് വിധേയമായി സൂക്ഷിക്കണമെന്ന് പറയേണ്ടവരാണ് സത്യവിശ്വാസികൾ ഭൂമിയിൽ. ഏതൊരു കർമ്മത്തിനും അത് നന്മയാവട്ടെ തിന്മയാകട്ടെ രേഖപ്പെടുത്തുന്നുണ്ടെന്നും അള്ളാഹുവിന്റെ സന്നിധിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുമെന്നും ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഒരു സത്യവിശ്വാസി. അതുകൊണ്ട് അവന് കൊലയും കൊള്ളയും ഒന്നും നടത്താൻ പറ്റൂല ഭൂമിയിൽ, ഒരിക്കലും കഴിയില്ല. കാരണം അവന്റെ ജീവിതത്തിന്റെ ഓരോ കാൽവെപ്പുകളും പ്രാർത്ഥനാപൂർവമാണ്. അവന്റെ ഓരോ നിമിഷങ്ങളിലും നാളെ അടുത്ത നിമിഷം എന്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങിപ്പോവേണ്ടവനാണ്, എന്റെ കർമ്മങ്ങൾ മുഴുവനും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അവിടെ നന്മ തിന്മകൾ വിലയിരുത്തുമെന്നും നന്മയാണെങ്കിൽ സ്വർഗവും തിന്മയാണെങ്കിൽ നരകവും ലഭിക്കുമെന്നും പടച്ചോന് ജാതിയും മതമൊന്നുമില്ല എന്നും അവന്റെ മുമ്പിൽ പേരോ രൂപമോ ഒന്നും തന്നെ ബാധകമല്ല എന്നും എന്റെ കർമ്മങ്ങൾ മാത്രമാണ് അവിടെ സ്വീകാര്യമെന്നും നല്ല ബോധമുള്ളവനേക്കാരം ഒരു യഥാർത്ഥ വിശ്വാസി. ഒരു പക്ഷെ അവന്റെ പേര് മുഹമ്മദ് ആയിരിക്കാം, അല്ലെങ്കിൽ അവന്റെ പേര് രാമനായിരിക്കാം, അല്ലെങ്കിൽ അവന്റെ പേര് ജോർജ് ആയിരിക്കാം. ഒരു അള്ളാഹ്ക്ക് കീഴ്പ്പെടാന്, മുസ്ലിം ആകാന്, പ്രപഞ്ചനാഥന് കീഴ്പ്പെട്ട് ജീവിക്കാന് പേരിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതിൽ നമ്മൾ ഉണ്ടാക്കിയതാ. പേര് കൊണ്ട് മനുഷ്യരെ വിഭജിക്കുന്നതിൽ നമ്മുടെ സ്വഭാവമാണ്. പടച്ചോൻക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളൊന്നുമില്ല. ഒരു സത്യവിശ്വാസിയുടെ ഓരോ കാൽവെപ്പുകളും അവന്റെ ഓരോ ശ്വാസവും അവനെ ഇത്തരത്തിലുള്ള ചിന്തയിലായി നടത്തിക്കൊണ്ടു പോകുന്നവനാണ്. അതുകൊണ്ട് അവൻ പൂർണ്ണ ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. എങ്ങനെയാണ് ആഖിറത്ത് നിരന്തരം പറയുന്ന, അള്ളാഹുവിന്റെ സന്നിധിയിലേക്കുള്ള മടക്കത്തെ നിരന്തരം ചിന്തിക്കുന്ന, അവന്റെ ഓരോ കാൽവെപ്പുകളിലും അത്തരം പ്രാർത്ഥനകൾ നടത്തുന്ന മനുഷ്യരെങ്ങനെയാണ് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക? എങ്ങനെ? ലാ തഖ്തുലിൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്. അന്യായമായി ഒരു ദേഹത്തെ പോലും വധിക്കാൻ പാടില്ല എന്ന് സൂറത്ത് ഇസ്രാ ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അവിടെ അള്ളാഹു
ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ എണ്ണി 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 പറയുന്നുണ്ട് പടച്ചോന്, അല്ലേ? തുടങ്ങുന്നത് തന്നെ ലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അനാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു തരത്തിലുള്ള വാതിലുകളും തുറന്നിടരുത് എന്നാണ്. ലാ തഖ്റബു സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് ഏറ്റവും മോശവും മ്ലേച്ഛവുമാണ്. അതിനുശേഷം അള്ളാഹു വീണ്ടും പറയുന്നുണ്ട് ലാ തഖ്തുലു ഔലാദക്കും, നിങ്ങളെ മക്കളെ, നിങ്ങളെ പെൺമക്കളെ നിങ്ങൾ കൊല്ലരുത്. ഭ്രൂണം പെണ്ണാണെന്നറിഞ്ഞാല് ആ പെൺകുട്ടിയുടെ രൂപം പ്രാപിച്ച ആ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ വെച്ച് കൊല്ലുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുമ്പ് പ്രസവിച്ച കുഞ്ഞിനെയാണ് കൊന്നിരുന്നതെങ്കിൽ പുതിയ ലോകത്ത് ഗർഭാശയത്തിൽ വെച്ച് ആ ഭ്രൂണത്തെ കൊല്ലുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നിരന്തരം മനുഷ്യരോട് പറഞ്ഞു പോവുകയാണ്, മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ, വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാക്കും, നിങ്ങൾക്കും അവർക്കുമെല്ലാം ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. കൊല്ലുന്നതെന്തിന് സോദരി, നിന്നുടെ തുന്തമിൽ വളർന്നിടും പെൺകുഞ്ഞിനെ. ദാരിദ്ര്യമോർത്തോ, അപമാനമോർത്തോ, കുടുംബത്തിൽ അവളൊരു ഭാരമെന്നോർത്തോ. വളർന്നിടും ഭ്രൂണം അത് പെണ്ണെന്നറിഞ്ഞാൽ കൊല്ലുവാൻ നിന്മനം ചൊല്ലുന്നതെങ്ങിനെ. ഒരു നാൾ നീയും ഒരമ്മ തൻ വയറിൽ പെണ്ണായി വളർന്നു പിറന്നവളല്ലയോ. എന്നെ നീ എന്തിനമ്മേ എന്ന പൈതലിൻ നിലവിളി കേൾക്കാത്തതെന്തു നീ. എന്നു മുതൽ കാണു നിൻ ഹൃത്തടം ഇത്രമേൽ കരുണവരണ്ടൊരു മരുപ്പദമായത് എന്ന് കവി ചോദിക്കുന്നുണ്ട്. അമ്മ തന്നെ കിടന്നു കൊടുക്കുകയാണ് തന്റെ വയറിൽ വളരുന്ന പെൺഭ്രൂണത്തെ കത്രിക കൊണ്ട് കഷ്ണിച്ച് പുറത്തെടുക്കാൻ. അതാണ് പെണ്ണിന്റെ മനസ്സ്. പെണ്ണിനെ ദൈവമായി വാഴ്ത്തുന്ന മനുഷ്യരുണ്ട്, അവർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലേ? സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു ആ സംഭവത്തെ പറയുന്നതിന്റെ പിറകിൽ തന്നെ ഒരു ലക്ഷ്യമുണ്ട്. അതിനുശേഷം പറയുന്നതാണ് ആ ആയത്തുമായിട്ട് വല്ലാതെ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ട് പറയാണ് പെണ്ണിനെ ദൈവമായി കാണുന്ന അതേ മനുഷ്യനോട് നിനക്ക് പെണ്ണ് പിറന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് അവന്റെ മുഖം കറുത്ത് വിവർണമാകുന്നത് നിനക്ക് കാണാം. വല്ലാത്ത വൈരുദ്ധ്യാണല്ലോ അത്. വല്ലാത്തൊരു വൈരുദ്ധ്യാണ്. പെണ്ണിനെ ദൈവമായി കാണുകയും അങ്ങനെ പെണ്ണിനെ പൂജിക്കുകയും ചെയ്യുക, എന്നാൽ പെണ്ണ് പിറന്നു, പെൺകുഞ്ഞ് പിറന്നു എന്ന് പറഞ്ഞാല് അവന്റെ മുഖം വിവർണമാകുകയും ചെയ്യുക. അങ്ങനെ മനുഷ്യര് അവന് നൽകിയ ആ ഒരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ, അള്ളാഹു പറയണത് വൈദാ ബുശ്ശിറ അഹദുഹും, പെണ്ണിന്റെ ജനനം എന്ന് പറയുന്നത് അത് സന്തോഷ വൃത്താന്തമാണെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു അതിനെ സന്തോഷ വൃത്താന്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ ഒരു ഇടത്ത് പോലും മനുഷ്യന് അതിനെ, ആ ഒരു വാർത്തയെ മനുഷ്യൻ അവനോട് പറഞ്ഞാൽ അവനിഞ്ഞ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന ആകുലതയിലായിരിക്കുന്ന, ഇതിനെ കുഴിച്ചു മൂടണോ അതോ ഒളിപ്പിച്ച് വെച്ച് ജീവിക്കണോ എന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കുന്ന, ഇന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ആൺകുഞ്ഞ് ജനിച്ചു എന്നൊരാളോട് പറയുമ്പോണ്ടാകുന്ന സന്തോഷമൊന്നുമല്ല പെൺകുഞ്ഞ് ജനിച്ചു എന്ന് പറയുമ്പോൾ. നോക്കൂ പടച്ചോന് എങ്ങനെയാണ് മനുഷ്യ കുടുംബത്തിന് ആൺപെൺ സൃഷ്ടിയുടെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. പെണ്ണിന്റെ ജനനത്തെ സന്തോഷ വൃത്താന്തമായിട്ട് പരിശുദ്ധ വേദം ലോകത്തെ പഠിപ്പിക്കുകയാണ്. 2 പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ നന്നായി വളർത്തിയാൽ
അവരിലൂടെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്ന പ്രവാചകനാണ്. പെണ്ണിന്റെ മഹത്വത്തെ, അവളുടെ ജീവിത ത്യാഗത്തെ, അവളുടെ വേദനയെ, നൊമ്പരങ്ങളെയെല്ലാം തന്നെ ഏറ്റവും നന്നായി പരിശുദ്ധ റസൂലും അന്തിമ വേദവും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇമാം ഷഅറാവി മാതാവിനോടുള്ള കടപ്പാടിനെ കുറിച്ച് പ്രത്യേകം അള്ളാഹു എടുത്തു പറയുമ്പോൾ അവിടെ അള്ളാഹു തന്നെ ഒരു ഉമ്മയുടെ പക്ഷം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. വഹനത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസാലുഹു ഫി ആമീൻ. പെടുന്നനെ മാതാപിതാക്കളെ കുറിച്ച് പറയാണ്. എന്നിട്ട് പെട്ടെന്ന് ഉമ്മയുടെ വേദനയെ കുറിച്ച് അള്ളാഹു പറയാണ്. ഒരു മാതാവിന്റെ വേദനയെ കുറിച്ച് അള്ളാഹു പറയാണ്. അപ്പോ അവിടെ അള്ളാഹു തന്നെ നേരിട്ട് ഒരു മാതാവിന്റെ വേദനയെ കുറിച്ച് പറയുമ്പോഴേ ആ മാതാവിന്റെ സ്ഥാനത്തിന്റെ മഹത്വം എന്താണ് എന്ന് പറയാണ്. ഇമാം അല്ലാമ ഇഖ്ബാൽ പറയുന്നുണ്ട്, മാതാവിന്റെ കാലടിയിലാണ് സ്വർഗം എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അപ്പൊ മാതാവിന്റെ ശിരസിന്റെ പ്രാധാന്യം എത്രയായിരിക്കും? കാലിന്റെ അടിയിലാണ് സ്വർഗം. അപ്പൊ തലയുടെ മഹത്വം എന്തായിരിക്കും? അതിനെ ചുംബിക്കേണ്ടതിന്റെ അനിവാര്യത എത്രമാത്രാണെന്ന് ഇഖ്ബാൽ പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് നമ്മുടെ സമൂഹത്തില് നിലനിൽക്കുന്ന, നമ്മളിൽ തന്നെ നിലനിൽക്കുന്ന, നമ്മുടെ ചുറ്റുപാടുകളിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ലുഖ്മാന്റെ ജീവിത ദർശനത്തെ നമ്മൾ വിസ്മരിച്ചു എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച സൂറത്ത് ഇസ്രായിൽ നമ്മൾ പറഞ്ഞു വെച്ച ആ ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് ലുഖ്മാന്റെ ജീവിത ദർശനത്തെ നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം സൂറത്ത് ഇസ്രായിലിലെ ആ ആയത്തിലും ലുഖ്മാൻ എണ്ണിപ്പറഞ്ഞ അലൈഹിസ്സലാത്തു വസ്സലാം ഈ വിഷയങ്ങളുമായിട്ടെല്ലാം അഗാധമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞ മനസ്സും അതുപോലെ തന്നെ നാവും അതുപോലെ തന്നെ മറ്റു അവയവങ്ങളുമായിട്ട് റസൂലുള്ളാഹി എണ്ണിപ്പറഞ്ഞ വിഷയങ്ങളും ഇതുമായിട്ടെല്ലാം തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതിനാൽ അടുത്ത ആഴ്ച നമുക്ക് അതൊന്നും കൂടിയും പറയാം. സമയത്തിന്റെ കുറവ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരം വൈകിയതിൽ നിങ്ങളോട് ക്ഷമ ചോദിച്ച് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.